സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 60ാമത്തെ പേജിലെ പ്രോബ്ലംസ് നമുക്ക് ഇപ്പോൾ നോക്കാം. കാൽക്കുലേറ്റ് ദ സംസ് ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. ആദ്യം തന്നിരിക്കുന്നത് 5/6 + 1/3 ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഇവിടെ 5/6 + 1/3 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ ഒരേപോലെയല്ല. അപ്പോൾ ഛേദങ്ങളെ ഒരേപോലെ ആക്കിയതിന് ശേഷം വേണം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 3ൻ്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് നോക്കാം. 3, 6, 9, 12 അങ്ങനെയാണ് വരുന്നത്. അതുപോലെ 6ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 6, 12, 18. അപ്പോൾ ഈ രണ്ട് ഗുണിതങ്ങളിലും പൊതുവായിട്ട് വന്നിരിക്കുന്നത് 6ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1/3നെ 6ൻ്റെ ഛേദാക്കിയിട്ട് എഴുതാം. അപ്പോൾ 1/3 = അതായത് 3 × 2 ആണ് 6 വരുന്നത്. ആ 2നെ അംശം കൊണ്ടും ഛേദം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്ററും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ 1 × 2 / 3 × 2. 1 × 2 എന്ന് പറഞ്ഞാൽ 2 വരും. 3 × 2 എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പോൾ നമുക്ക് ഇവിടെ 1/3യുടെ ഭാഗത്ത് 2/6 എഴുതാം. അപ്പോൾ 5/6 + 2/6 = ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയല്ലോ, ഛേദങ്ങൾ ഒരേപോലെ വന്നു. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യാം, അംശങ്ങളെ ആഡ് ചെയ്യാം. 5 + 2 എന്ന് പറഞ്ഞാൽ 7 വരും. 7/6 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനാക്കി മാറ്റണം, അതായത് മിശ്ര ഭിന്നാക്കി മാറ്റണം. അപ്പോൾ നമുക്കിവിടെ 7നെ 6 കൊണ്ട് ഹരിക്കാം. ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/6 കിട്ടും. അതായത് 7 ഹരിക്കണം 6 എന്ന് പറയുമ്പോൾ 6 × 1 ആണ് 6 വരുന്നത്. അപ്പോൾ 7ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയേക്കുന്നത് 1 ആണ്. ആ 1 ഇവിടെ എടുത്ത് എഴുതി. റിമൈൻഡർ ശിഷ്ടം ഇവിടെ എഴുതി 6 എഴുതി. അപ്പോൾ 1/6 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അതല്ല, നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7ന് നമുക്ക് 6 + 1 എന്ന് എഴുതാം. അപ്പോൾ 7ൻ്റെ സ്ഥാനത്ത് 6 + 1 / 6 അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം, അതായത് രണ്ട് ഭിന്നസംഖ്യകളാക്കി മാറ്റാം. അതായത് ഇവിടെ 6/6 + 1/6. ഈ 6 എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകൾക്കും ബാധകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം 6/6 + 1/6. 6/6 എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്, പ്ലസ് 1/6 നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 6/6 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഏതൊരു സംഖ്യയും ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് 1 ആയിരിക്കും. പ്ലസ് 1/6 അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ 1 + 1/6 എന്ന് പറഞ്ഞാൽ 1/6 എന്ന് എഴുതാം. നമുക്ക് മനസ്സിലായല്ലോ. ഇത് നമുക്ക് ചെയ്യാനുള്ളത് 7/8 + 1/4. ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ ഒരേപോലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഛേദങ്ങൾ ആദ്യം ഒരേപോലെ ആക്കണം. അപ്പോൾ ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് നോക്കാം. ഗുണിതങ്ങൾ വരുമ്പോൾ 4, 8, 12 അങ്ങനെയാണ് വരുന്നത്. 8ൻ്റെ ആണെന്നുണ്ടെങ്കിലോ 8, 16, 24 വരും. അപ്പോൾ ഇതിൽ പൊതുവായിട്ട് വന്നിട്ടുള്ള സംഖ്യ 8 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 1/4ൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് 8 ആക്കിയിട്ട് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 വരുന്നത്. അപ്പോൾ ആ 2 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഗുണിക്കുകയാണ്. അംശത്തിനെ നമ്മൾ ഗുണിക്കുകയാണ്. 1 × 2 / 4 × 2. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 1/4ൻ്റെ സ്ഥാനത്ത് നമുക്കിനി 2/8 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 7/8 + 2/8 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ഒരേപോലെ ആയതുകൊണ്ട്, ഛേദം ഒരേപോലെ ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം. 7 + 2 9 ആണ് വരുന്നത്. 9/8 വരും. അപ്പോൾ നമുക്ക് ഇനി അതിനെ ഹരിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതേപോലെ ചെയ്യാം. അതായത് 8 × 1 ആണ് 8 വരുന്നത്. അപ്പോൾ 9ൽ നിന്നും 8 മൈനസ് ചെയ്യുമ്പോൾ 1 വരും. നമ്മുടെ ആൻസർ ഇവിടെ എഴുതാം. റിമൈൻഡർ ഇവിടെ എഴുതാം, 8 എഴുതാം. അപ്പോൾ 1/8 എന്ന് എഴുതാം. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അതായത് 9/8നെ നമുക്ക് 8 + 1 9 എന്ന് എഴുതാം അല്ലേ. / 8 അങ്ങനെ തന്നെ എഴുതാം. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 8/8 + 1/8. 8/8 എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്, പ്ലസ് 1/8 അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അപ്പോൾ 1 + 1/8 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ തന്നിരിക്കുന്നത് 5/6 + 1/4. ഡിനോമിനേറ്റർ സെയിം അല്ല, നമുക്കതിനെ സെയിം ആക്കണം. അപ്പോൾ നമ്മുടെ 6ൻ്റെയും അതേപോലെ തന്നെ 4ൻ്റെയും മൾട്ടിപ്പിൾസ് നമുക്ക് എഴുതി നോക്കാം. 4ൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ 4, 8, 12, 16 അങ്ങനെയാണ് വരുന്നത്. 6ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 6, 12, 18 വരും അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററുകളെ രണ്ടിനെയും 12ൻ്റെ ടേമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 5/6 6 × 2 ആണ് 12 വരുന്നത്. ആ 2 കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും അംശത്തിനെയും ഗുണിക്കാം. 5 × 2
10 വരും. 6 ഇൻറ്റു 2 12 വരുന്നത്. ഇനി 1/4 4നെ 12 ആവണമെന്നുണ്ടെങ്കിൽ 4 ഇൻറ്റു 3 ആണ് 12 അല്ലേ. അപ്പോൾ 3 കൊണ്ട് നമുക്ക് അംശത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3. 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ നമുക്ക് 5/6ൻ്റെ സ്ഥാനത്ത് 10/12 എഴുതാം. 1/4ൻ്റെ സ്ഥാനത്ത് 3/12 എഴുതാം. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 10/12 പ്ലസ് 3/12. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ ഒരേപോലെയാണ്. ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം. അതായത് അംശങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 10 + 3 13 ഡിവൈഡഡ് ബൈ 12 വരും. അപ്പോൾ നമ്മുടെ ഹരിക്കാനുള്ള ഒരു മെത്തേഡാണ്. അതായത് ഡിവിഷൻ ചെയ്യാനുള്ള മെത്തേഡ് വഴിയാണെന്നുണ്ടെങ്കിൽ 13 നമുക്ക് 12 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 12 ഇൻറ്റു 1 ആണ് 12 വരുന്നത്. 13ൻ്റെ താഴെ എഴുതി മൈനസ് ചെയ്യുമ്പോൾ 1 വരും. നമ്മുടെ ആൻസർ ഇവിടെ എഴുതി റിമൈൻഡർ ഇതിൻ്റെ മുകളിൽ എഴുതി ഡിവൈഡ് ബൈ 12 വരും. അതായത് 1/12 ആണ് വരുന്നത്. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 13/12. 13ന് നമുക്ക് 12 + 1 13 ആണല്ലോ. അപ്പോൾ 12 + 1/12 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 12/12 പ്ലസ് 1/12 എന്ന് എഴുതാം. 12/12 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് അങ്ങനെ എഴുതി 1/12 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമുക്കിവിടെ എഴുതാം 1/12. ഓക്കെ ആണല്ലോ. നാലാമത് തന്നിരിക്കുന്നത് 5/8 പ്ലസ് 3/4. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററുകളെ സെയിം ആക്കാം. ഛേദങ്ങളെ ഒരേപോലെ ആക്കിയിട്ട് നമുക്ക് വേണം ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് നോക്കാം. ഗുണിതങ്ങൾ വരുമ്പോൾ 4, 8, 12. 8ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 8, 16, 24 വരുന്നത്. അപ്പോൾ ഇവിടെ പൊതുവായിട്ട് വന്നിരിക്കുന്ന നമ്പർ 8 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3/4 4നെ നമുക്ക് ഡിനോമിനേറ്റർ 8 ആക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 2 ആണ് 8 വരുന്നത്. ആ 2 കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെ അംശത്തിനെയും ഗുണിക്കുകയാണ്. 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2. 3 ഇൻറ്റു 2 6 ആണ്. 4 ഇൻറ്റു 2 8 വരുന്നത്. അപ്പോൾ നമുക്ക് 3/4ൻ്റെ സ്ഥാനത്ത് 6/8 കൊടുക്കാം. അപ്പോൾ 5/8 പ്ലസ് 6/8 ഈക്വൽ ടു 5 + 6 എന്ന് പറഞ്ഞാൽ 11 ആണ്. 11/8 എഴുതാം. അപ്പോൾ നമുക്കത് ഹരിച്ചു നോക്കാം. 11നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ഇൻറ്റു 1 8 വരും. അപ്പോൾ ഈ 11ൽ 1ൻ്റെ പ്ലേസിൽ നമുക്ക് എഴുതാം 8. ഒറ്റയുടെ സ്ഥാനത്താണ് നമ്മൾ 8 എഴുതേണ്ടത്. അതിനുശേഷം 11ൽ നിന്നും 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആണ്. 1 ഇവിടെ എഴുതി. റിമൈൻഡർ ശിഷ്ടത്തിന് നമ്മൾ ഇവിടെ എഴുതി 8 അങ്ങനെ തന്നെ എഴുതി. നമ്മുടെ ആൻസർ വരുന്നത് 1 3/8 ആണ്. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡും കൂടി എഴുതാം. 11/8നെ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 8 വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ 11നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 8ൻ്റെ കൂടെ എത്ര നമ്പർ ആഡ് ചെയ്താൽ 11 കിട്ടും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 8ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 11 വരുന്നത്. അപ്പോൾ 8 + 3 ഡിവൈഡഡ് ബൈ 8. 11ൻ്റെ സ്ഥാനത്ത് നമുക്ക് 8 + 3 എഴുതിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ 8 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ 8/8 പ്ലസ് 3/8. ഇവിടെ 8/8 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 3/8. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 1 3/8 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അഞ്ചാമത്തെ തന്നിരിക്കുന്നത് 2 1/3 പ്ലസ് 3 1/2. ഇവിടെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. മിശ്ര ഭിന്നമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ 2 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് 1/3 എഴുതാം അല്ലേ. ഇത് നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. അതേപോലെ 3 1/2 നമുക്ക് 3 പ്ലസ് 1/2 എഴുതാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ടേമാണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ. ഇനി അതായത് 2 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് 1/3 പ്ലസ് 3 1/2 നമുക്ക് 3 പ്ലസ് 1/2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 പ്ലസ് 3 ഇങ്ങോട്ടേക്ക് എഴുതാം. അതിനുശേഷം ഈ ഫ്രാക്ഷൻ നമ്പേഴ്സിനെ ഭിന്നസംഖ്യകളെ നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഇവിടെ 2 പ്ലസ് 3 പ്ലസ് 1/3 പ്ലസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 5 വരുന്നത്. 5 പ്ലസ് 1/3 പ്ലസ് 1/2 കിട്ടിയാലോ. അപ്പോൾ നമുക്കിനി 1/3 1/2 ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലേ. അതായത് ഛേദങ്ങൾ സെയിം അല്ല. അപ്പോൾ നമുക്കതിനെ ആദ്യം സെയിം ആക്കിയിട്ട് വേണം ഇതിനെ ആഡ് ചെയ്യാൻ.
അവിടെ 3ൻ്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ 3, 6, 9, 12 അതായത് 3ൻ്റെ ടേബിളിൽ വരുന്ന നമ്പറാണ് കേട്ടോ ഇതൊക്കെ. ഇനി 2ൻ്റെ ആണെന്നുണ്ടെങ്കിലോ 2, 4, 6, 8 അങ്ങനെ വരും. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്, പൊതുവായിട്ട് വന്നിട്ടുള്ള സംഖ്യ 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 1/3 = 3നെ 6 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അതായത് 3 × 2 ആണ് 6 വരുന്നത്. അപ്പോൾ ആ ഒരു 2 കൊണ്ട് തന്നെ നമ്മൾ 1നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 × 2 2, 3 × 2 6. അപ്പോൾ നമുക്കിനി 1/3ൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത് 2/6 ആണ്. ഇനി ഇവിടെ അടുത്ത സംഖ്യ തന്നിരിക്കുന്നത് 1/2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 1/2ൽ ഈ 2നെ 6 ആക്കണമെന്നുണ്ടെങ്കിൽ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ 3നെ തന്നെ 1 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ 1 × 3 3 വരും, 2 × 3 6 വരും. അപ്പോൾ 1/2ൻ്റെ സ്ഥാനത്ത് നമുക്ക് 3/6 എഴുതാം. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് 5 + 1/3 + 1/2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 1/3യുടെ ഭാഗത്ത് നമുക്ക് 2/6 എഴുതാം ഇവിടെ. ഓക്കെ ആണല്ലോ. പ്ലസ് 1/2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 3/6 എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2/6 + 3/6 എന്ന് പറയുന്നത് ഇവിടെ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 5 വരും അല്ലേ. 5/6 വരും. ഇവിടെ ഓൾറെഡി ഇവിടെ 5 കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1/3 + 1/2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എഴുതാനുള്ളത് ഇനി 5/6 ആണ് എഴുതാനുള്ളത്. 5 + 5/6 ആണ് വരുന്നത്. അത് നമുക്ക് 5 5/6 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.